ഇടുക്കി പാറത്തോട്ടിലെ ലഹരി സംഘങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. പാറത്തോട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും മദ്യം മയക്കുമരുന്ന് മാഫിയകൾ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്നും ഇത് പ്രദേശത്തെ ആളുകളുടെ സ്വൈര്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നുമാണ് പാറത്തോട് ജനകീയ സമിതിയുടെ ആക്ഷേപം. പാറത്തോട് പള്ളിവക പൂതാളിയിലെ കുരിശ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതും തുടർ സംഭവങ്ങളും ഇതിനുദാഹരണമായി സമിതി ചൂണ്ടിക്കാണിക്കുന്നു. മദ്യം മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ഫലപ്രദമായ നടപടി ആവശ്യപ്പെട്ടും യുവജനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുമാണ് പാറത്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 27-ന് പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. പാറത്തോടിനെ സംബന്ധിച്ച് നിലവിൽ സ്വൈര്യ ജീവിതം നയിക്കുന്ന ആളുകൾ നടക്കാൻ പറ്റാത്ത സാഹചര്യം പോലും ടൗണിൽ കൂടെ ഉണ്ട്. അതുപോലെ പാറത്തോട് കമ്പ്ലീറ്റ് മേഖലയിലൊക്കെ ഈ മയക്കുമരുന്നിന്റെയും MDMA ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. എല്ലാം അത് പോലീസിനോട് ചോദിച്ചു കഴിയുമ്പോൾ എക്സൈസിനോട് ചോദിച്ചു കഴിയുമ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ നോക്കിയാൽ നടക്കില്ല, നിങ്ങൾ നാട്ടുകാർ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവരുടെ ഭാഗത്ത് സംസാരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, നാട്ടുകാർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അത് എന്താ വെച്ചാൽ നമുക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അത് കഴിഞ്ഞു വരുന്ന അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിന് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ജനകീയ സമിതിക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് വൈകിട്ട് 6-ന് കമ്പിളികണ്ടത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിക്കും. പ്രതിഷേധ സൂചകമായി ദീപം തെളിയിച്ച് രാത്രി നടത്തം സംഘടിപ്പിക്കും. പാറത്തോട് കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യവും ജനകീയ സമിതി മുന്നോട്ട് വയ്ക്കുന്നു. കമ്പിളികണ്ടത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ ജ്വാല പാറത്തോട്ടിൽ സമാപിക്കും. സാമൂഹ്യ സാംസ്കാരിക സാമുദായിക സംഘടനകൾ 27-ന് നടക്കുന്ന പരിപാടിയുടെ ഭാഗമാകുമെന്ന് ജനകീയ സമിതി മുഖ്യ രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ചെയർമാൻ രാജു വീട്ടിക്കൽ, ബിജു വള്ളോംപുരയിടം, ജോസഫ് സേവ്യർ എന്നിവർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.